ഫ്രണ്ട്സ്, നമ്മളെ റൂമിൽ അക്കയറില്ലേ, അക്കയറത്തിലെ കപ്പീസെല്ലാം ചത്തുപോയി. ഡെഡ്. 5-6 കപ്പി ഉണ്ടായിനി, എല്ലാം ചത്ത്. ഇപ്പം ഇതാ അക്കയറത്തിലെ സക്കർ മാത്രം ബാക്കിയുണ്ട്. ഒറ്റ മീൻ സക്കർ മാത്രമുണ്ട്. എന്താ മോട്ടർ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു 5-6 ദിവസം മുമ്പ് 2 കപ്പി ചത്തു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും 2 കപ്പി ചത്തു. പിന്നെ 1 കപ്പി ചത്തു. അങ്ങനെ ഒരു 5-6 കപ്പി ഡെഡ്. നമ്മളെ വീട്ടിലെ സെൻട്രലിലെ അക്കരയില്ലേ, ആ വലിയ അക്കര, അതിൽ കുറച്ച് കാർപ്പലുണ്ടായി. ഇതേപോലെ 2 ചത്തു, പിന്നെ 1 ചത്തു. അങ്ങനെ ഒരു 4-5 കാർപ്പും ചത്തു. ഒരാൾ പറഞ്ഞ് കുറച്ച് ഉപ്പിട്ടാൽ മതിയാണ്. അങ്ങനെ അതിൽ ഉപ്പിടുമ്പോഴത്തേക്ക് ഓക്കെയാണ്. പിന്നെ അതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷം മീനൊന്നും ചത്തിട്ടില്ല. മീനെല്ലാം കുറച്ച് ഉഷാറുണ്ട്. പിന്നെ വെള്ളമെല്ലാം നല്ല ക്ലിയർ ആയി കേട്ടോ, നല്ല ക്ലാരിറ്റി ആയി ഉപ്പിട്ടതിന് ശേഷം. സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും സംഭവം അടിപൊളിയാ. കുറച്ച് ഉപ്പിട്ട്, ഉപ്പ് അധികം പറ്റില്ല കേട്ടോ. കുറച്ച് ഉപ്പ് നമ്മുടെ അതേ പറഞ്ഞു, ഉപ്പ് കണക്കായിട്ട് ഇട്ടാൽ മതി. അങ്ങനെ കുറച്ച് കണക്കായിട്ട് ഉപ്പിട്ട് സെറ്റ്. അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയിപ്പം നമ്മണ്ടല്ലോ കുറച്ച് ഗപ്പിനെ വാങ്ങാൻ പോയി. പുതിയ ഗപ്പി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അങ്ങോട്ട് തലപ്പുറം അങ്ങോട്ട് കാഞ്ഞിരങ്ങാട് ഭാഗത്ത് ആ ഷോപ്പിലേക്ക് തന്നെ, മിന്നാന്ന് പോയ ഷോപ്പിലേക്ക് കുറച്ച് ഗപ്പിനെ വാങ്ങണം. എന്നിട്ട് ഇതിലിടണം. അതിന് വെള്ളം മാറ്റണം. ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പൊടി ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടോ. കണ്ട, ഇങ്ങനെ പൊടിയെല്ലാം ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. ഫിൽറ്റർ ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെടുക്കും, പൊടിയെല്ലാം വലിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഫിൽറ്റർ നോക്കിയിട്ട് വാങ്ങണം. ഗപ്പിക്ക് പിന്നെ ഫിൽറ്റർ ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് പിന്നെ ഫിൽറ്റർ ഒക്കെ അതിന് ഫിൽറ്റർ വാങ്ങാൻ മടിക്കായിട്ട് ഞാൻ പോയിനി. എന്നിട്ട് വാങ്ങാണ്ട് വന്നു. എനിക്ക് ഫിൽറ്റർ വാങ്ങാൻ പോയിട്ട് ആച്ചി സെൻട്രലിലെ ഇതിലേക്ക് മീൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ നമുക്കിപ്പം പോയിട്ട് ഗപ്പിനെ വാങ്ങാട്ടോ. ഇപ്പോൾ 10:30 മണി കഴിഞ്ഞ്. അവിടെ 11 മണി വരെല്ലാം ഉണ്ട് ഷോപ്പ്. നോക്കട്ടെ, 10:35. അപ്പോൾ ഇപ്പം പോയിട്ട് നമുക്ക് കുറച്ച് പുതിയ ഗപ്പിയെല്ലാം വന്നിന് നോക്കാം. വന്നിന് ഒരു 5-6 ഗപ്പിനെ വാങ്ങിയിട്ട് വരാം. ഓക്കെ, പറ്റുമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഫിൽറ്റർ വാങ്ങാം. ഫിൽറ്റർ നോക്കട്ടെ. ഗപ്പിക്ക് പിന്നെ ഫിൽറ്റർ വേണ്ടാന്നാണോ. പിന്നെ ഇനി ഏതായാലും വന്നാലുണ്ടല്ലോ വെള്ളം മാറ്റിയിട്ട് ഇതിൽ കുറച്ച് പുതിയ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് നോക്കാം. അപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ടാണ് ഗപ്പിലും ചത്തത്. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, വിടാം. അപ്പോൾ രാത്രി പോകാം നമുക്ക് പോകാം. 10:38 ഇവിടെ സംസാരിച്ചിരിക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, എന്താ സക്കർ ഒറ്റക്കായി പോയി. സക്കർ ഒറ്റക്ക്. വിടാ. സക്കര സുക്കൂറ് തണുക്കുന്നു. എന്താ തണുപ്പ്. പോവാം അതില്ലേ. കഫീനും ബേക്കലും. മഴയില്ല, പക്ഷെ ഭയങ്കര തണുപ്പോട്ടോ. സൂപ്പർ തണുപ്പ്. കിട്ടുമ്പോൾ മഴക്കോട്ടെടുത്തിന് വണ്ടിയിലുണ്ട്. മഴക്കോട്ട് കരുതിന് എന്താ പണി കിട്ടും. എന്തായാലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ എന്തായാലും പെയ്യും. അപ്പോൾ ഇതിനെ പിന്നെ സീനാവും. ഓക്കെ, ഇവിടെ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്കാണേ. വീഡിയോ ഇഷ്ടം ലൈക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ വിളിച്ച് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ ചെയ്യണം. ഓക്കെ. അയ്യോ, അങ്ങനെ കുപ്പത്തെ റോഡ് പണീൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എന്താ ഇപ്പൊന്നും പണിയൊന്നും നടക്കുന്നില്ല. അതാ വണ്ടിയിൽ ഓക്കെ ആണല്ലോ. നിങ്ങൾ സൈഡിൽ വണ്ടിയാണെന്നുണ്ടോ. ലോറി, ട്രെയിനിൽ ലോറി. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറച്ച് ബസ്സെല്ലാം, ടൂറിസ്റ്റ് ബസ്സെല്ലാം നിർത്തിയിട്ടുണ്ട്. വൈറ്റുകൾ ബസ്സെല്ലാം നിർത്തിയിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സാണ്. നമ്മുടെ കുപ്പം പാലത്തിനടുത്തൊക്കെയായി. കുപ്പം പാലം വെച്ചിരിക്കുകയാണ്. റോഡെല്ലാം കട്ടപ്പുകയാണ്. അത് റോഡ് പണി എടുക്കുന്നതുകൊണ്ടാണ് റോഡെല്ലാം കട്ടപ്പുക. കുപ്പം പാലം. നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. എന്താ തണുപ്പ് മക്കളെ, എന്താ തണുപ്പ്. സൂപ്പർ തണുപ്പ്. കിട്ടുന്ന പോലത്തെ തണുപ്പ്.
എവിടെ മഞ്ഞുണ്ടല്ലേ? നോക്കിയാ നേരെ നോക്കിയേ. ആ മഞ്ഞുണ്ട് കേട്ടോ. ഇതുണ്ടോ കേട്ടോ? മഞ്ഞുണ്ടോ? മഞ്ഞ് സംഭവം നല്ല മഞ്ഞുണ്ട് കേട്ടോ. മഴ പോകുമ്പോഴത്തേക്ക് ഇന്ന് മഴ ഉണ്ടായിനാടി? രാവിലെ ഉണ്ടായിരുന്നു, വൈകുന്നേരം ഉണ്ടായിനാ? വൈകുന്നേരം അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലേ? പൊടിച്ചലാറ്റി ഉണ്ടായില്ലേ? കണ്ടോ മഴ പോകുമ്പോഴത്തേക്ക് മഞ്ഞ് വന്നിട്ടുണ്ടോ? ഇനി അങ്ങോട്ട് മഞ്ഞൊന്നല്ല, മഴ പോയിക്കാനപ്പുറം മഞ്ഞന്നെ. മഞ്ഞ് ട്രിപ്പിന്റെ ടൈമോ പറയണ്ട. ഓളിക്കും തണുത്ത് വിറച്ചിട്ട് എന്താ തണുപ്പ് പറയാ, രക്ഷിതാത്താണ്. ഇങ്ങനെ നമ്മളിവിടെ എത്തി. ഇങ്ങനെ മീൻ നോക്കുന്നുണ്ട്. ഗപ്പിയെല്ലാം വരണത്ര കേട്ടോ. ഗപ്പിയൊന്നും നോക്കണ്ട. ഇതിൻ്റെ അടുത്താലോന്ന് വിചാരിക്കും. കണ്ടോ ഇത് നമ്മൾ മിന്നാന്ന് കൊണ്ടുപോയിട്ട് ഇട്ടത്. ഇത് നമ്മളെ ഒന്നിങ്ങനെ നമ്മളെ വീട്ടിലെ സെൻട്രലിലൊക്കെ വരില്ലേ, അതിലേക്ക് ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പോൾ കുറച്ച് ഗപ്പി എത്തിയിട്ടില്ല. ഗപ്പി നാളെ വരുമ്പോൾ. ഏതെടുക്കണ്ടി തഫി? ഇത് ലോ ബേർഡ്സിൻ്റെ കൂടുതലുണ്ടല്ലേ മുകളിൽ? ലോ ബേർഡ്സ് അല്ലേ? ലോ ബേർഡ്സിൻ്റെ കൂടുതലാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ഫിൽറ്റർ ഉണ്ടോ? ഫിൽറ്റർ എന്ന് വെച്ചാൽ ഇതൊരു സ്പോഞ്ചാണ്, കച്ചറെല്ലാം വലിച്ചെടുക്കുന്നത്. കണ്ടോ ഇവർ അതാ വെച്ചിട്ടുള്ളൂ ഇവിടെ എല്ലാം. അതിൻ്റെ ചെറുതുണ്ട്. ചെറുതെന്ന് പറയുമ്പോൾ ഈ സൈസ് കണ്ടോ, ഈ സൈസ് ഉണ്ടോ? ഇത് ചെറുതാവും, ഇത് വലുത് കണ്ടോ. ഈ സൈസ് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പൊക്കളൂന്ന് ഇതില്ലേ, ബബിളൂന്ന്, അതായത് മോട്ടറിൽ ഇതാണ് നമ്മൾ ബബിളൂന്ന് ആ സാധനം എടുത്ത് മാറ്റിയിട്ട് അതിന് ഇത് ഫിറ്റ് ചെയ്യുക. അവന് ആ കച്ചറെല്ലാം അത് വലിച്ചെടുക്കുന്നതാണ്. കച്ചറെല്ലാം വലിച്ചെടുക്കാണ്ട് ഡെയിലി എടുത്തിട്ട് അതിൻ്റെ സ്പോഞ്ച് ഇങ്ങനെ പീനാൽ മതി. ഇങ്ങനെ ഞെക്കിയിട്ട് കച്ചറ കളഞ്ഞാൽ മതി. ഇതിങ്ങനെ ഇപ്പോൾ കച്ചറ ഒരു കളഞ്ഞിന് ഇതിനെടുത്തിട്ട്. അപ്പോൾ ഗപ്പി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നേ. ആ ഗപ്പി എത്തിയിട്ടില്ല. ഗപ്പി നാളെ എത്തുള്ളൂ. ഇവിടെ ഗപ്പി ഉണ്ട്, പക്ഷേ എനിക്ക് ഒരു ഇതുണ്ടാവും. ഈ ഒരു ടൈപ്പ് ഗപ്പി ഉണ്ട് ഇവിടെ. ആണ് പെണ്ണ്, ഇത് പെണ്ണ്, ഇതാണ് ഇതെല്ലാം ആണ്. ഞങ്ങൾക്കൊരു സാധാരണ നോർമൽ ഗപ്പി ആയിട്ടാണ് തോന്നുന്നത്. കിണറിലെല്ലാം കൊണ്ട് പോയിട്ട് ഇട്ടാൽ പെറ്റി പെരുകും. പിന്നെ ഇതൊറ്റൊന്നേ ഇല്ല കണ്ടോ. ഇതിനാണ് അന്ന് കൊണ്ടുപോയത്. ഇത് ചത്തുപോയി നമ്മുടെ. ഇത് കുറച്ച് ചെറുതാണ്. ഇതിൻ്റെ വലുതെല്ലാം ഉണ്ടായി, കുറച്ച് വലുത്. പിന്നെ ഗപ്പി ഈ ഒരു ഗപ്പി ഇതൊരു സാധാ ഒരു ടൈപ്പ് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ മുകളിൽ കണ്ട സാധനം അത് കണ്ടോ. ഇത് അതിൻ്റെ ഒരു പീസ് ഇത് ബ്ലാക്ക് പിന്നെ ആണ് ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, പെണ്ണിങ്ങനെ കണ്ടോ. അതുകൊണ്ട് എനിക്ക് ഗപ്പിയാനിപ്പോൾ പിന്നെ എടുക്കാം ഗപ്പി. ഞാൻ വിചാരിക്കുന്ന ഇവരിപ്പോൾ ഏതായാലും ഈ സ്പോഞ്ചിനല്ലേ വെച്ചിട്ടുള്ളത് കണ്ടോ. ഈ സ്പോഞ്ചിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇതൊന്നും ചാവുന്നൊന്നുമില്ലല്ലോ, ഇത് ചാവുന്നൊന്നുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഏതായാലും ചെറിയ സ്പോഞ്ച് എടുത്തിട്ട് ചെറിയ സ്പോഞ്ച് കൊണ്ടുപോയിട്ട് ഏതായാലും അത് വെച്ചിട്ട് ഇതിനെല്ലാം ഇട്ട് നോക്കാം നമുക്ക്. ഇതിന് 4-6 വാങ്ങിയിട്ട് ഇത് 2 മതിയല്ലേ? 4 മതിയല്ലേ? ഇത് 2 എടുക്കുക. ഏതെങ്കിലും കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കാം. പിന്നെ ഏതായാലും ഫിൽറ്റർ എടുക്കാം. ഈ ഫിൽറ്ററിന് എത്ര? ഇതാണ് ഫിൽറ്റർ. ഇതിനെത്ര 100 രൂപ അല്ലേ? അക്വേറിയം സ്പോഞ്ച് ഫിൽറ്റർ കണ്ടോ. അക്വേറിയം സ്പോഞ്ച് ഫിൽറ്റർ. അപ്പോൾ അതെടുക്കാം. പിന്നെ അതിൽ നിന്നൊരു 4 മീനെടുക്കാം. ഞാൻ പറഞ്ഞില്ല ആ ഫിൽറ്റർ തന്നെ ഇടലുള്ളത്. എന്നിട്ട് മീൻ അങ്ങനെ ചാവുന്നൊന്നുമില്ല കണ്ടോ. ഈ നല്ല നല്ല മീൻ പോലും ആ ഫിൽറ്റർ തന്നെ വെച്ചിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ അതിനല്ലേ പിന്നെന്താ. അപ്പോൾ ഇതിന്നൊരു കളറുള്ള ഏതെങ്കിലും ഇത് 2 എടുക്കാം, ഇത് 2 എടുക്കാം. ഇത് 2 കൊണ്ടുപോകും. അവിടെ ഇന്ന് ബെല്ലി നോക്കിയിട്ട് ഒരു 4 പിടിച്ചേ. ഏതാ വേണ്ടി? ബ്ലൂവാ വേണ്ടി? പിന്നെന്താ വേണ്ടേ? എന്നാൽ 2 ബ്ലൂവിൽ 2 വലുത് നോക്കി പിടിച്ചോ. അതന്നെ വൈറ്റ് ഇതന്നെ. പിന്നെ 2 ഇതെടുത്തോ. ചോറിന് എത്ര? 60. ഇത് പൂച്ചപ്പതിൻ്റെ ഇടയ്ക്കിതോ 4 മതിയല്ലേ? അങ്ങനെ ബ്ലൂ 2 പിടിച്ച്. ഇനി 2 പച്ച മതിയല്ലേ? പച്ചയല്ലോ. പച്ച എടുത്തോ. 2 പച്ച മതിയല്ലോ. പിങ്കാ അത്രേ വേണ്ടിയോ? അത് കുഴപ്പമില്ല. അതിനെ പിടിച്ചോ. പഴിച്ചുപിടി.
അപ്പോൾ 4 മതി തൽക്കാലം കേട്ടോ. കൊണ്ടുപോയി ഇട്ടോക്കിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇത് പുള്ളിയാണ് അതന്നെ. മിസ്സായി. അപ്പോൾ 4 ആയിട്ടുണ്ട്. മതി ഇപ്പം 4 മതി. 4 പായച്ച് ചാടിച്ചു പിടിച്ചു. ഒന്നും നോക്കിയില്ല, പായച്ച് പിടിച്ചു. കൈയിടല്ല. 4 ചാടിച്ചു പിടിച്ചു. ഇഗ്വാന ഇനോ ഇഗ്വാന എടുത്തു നോക്കുന്നതിനാ നോക്കിയ ഇത് കൊക്കയിൽ കൊത്തിക്കോ. എടാ ചവിട്ടിപ്പോയിട്ടല്ലടാ. മതി. ഈ സാധനത്തിന് കണ്ടോ എന്താ രസം നോക്കി. 2 ഒന്നിന് 300, പീസിന് 300. അടിപൊളിയല്ലേ? നോക്കിയാ നോക്കുന്നുണ്ടോ? അത് വലുതേതാണ് ഈ സാധനം. എന്താ സാധനം നോക്കിയാ. ഇതിനെത്ര റേറ്റ് അറിയാം? ഓസ്കാർ പീസിന് 1600 ഈ ഒറ്റ സാധനത്തിന് 1600 കണ്ടാ. അടിപൊളിയല്ലേ? ഫിറ്റ് സാധനം. ഓക്കെ സംഭവം അടിപൊളിയാ. ഏഞ്ചൽസ് കുറേ ഏഞ്ചലുണ്ട്. ഏഞ്ചൽസ് ബ്ലാക്ക് ഏഞ്ചൽ, വൈറ്റ് ഏഞ്ചൽ, ഏഞ്ചൽ നല്ല രസമുണ്ടാകും ഈ സാധനത്തിന്. ഫുൾ ബ്ലാക്ക്. ഏഞ്ചലിന് 140 ഗോൾഡിന് 140 അല്ലേ? ഏഞ്ചലിന് ജോഡിക്ക് 200. ജോഡിക്ക് 200. ഇപ്പോൾ ഇത് 4 പിന്നെ ആ ഫിൽറ്റർ കൊടുത്തില്ലേ? ഇതെന്തിനാ അപ്പുറം കാണിച്ച ഇവിടെ അല്ലേ മറ്റേത് ഫിറ്റ് ചെയ്യാം? ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ പൈപ്പ് മറ്റേ നമ്മുടെ ഇത് ഫിറ്റ് ചെയ്യുക, പൈപ്പ് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് പുറത്ത് വെക്കുക അല്ലേ? ഓക്കെ പാക്ക് ചെയ്തോ. 4 ഫിഷ് അല്ല എടുത്ത് 2 ഗ്രീനും 2 ബ്ലൂവും, വൈറ്റ് ബ്ലൂ 4 എടുത്തിന് മതി. ഫിൽറ്റർ വേറൊന്നും ഇല്ലല്ലോ. എടി വേറൊന്നും വേണോ? മതിയില്ലേ? എന്താ ഞാൻ വന്നതിന് ഇങ്ങനെ എന്തോ കാണിച്ചു തരും കേട്ടോ. പൂച്ച അങ്ങോട്ട് പോ. ഗോപു ഇതോ ഉറങ്ങുന്നു. അങ്ങോട്ടേക്ക് അതുകൊണ്ട് എന്നോട് അങ്ങോട്ടേക്കാൻ പറഞ്ഞു. ഇതേപോലെ ടൈപ്പ് അത്യുരംസ്. ഇത് നമ്മളെ സൈസ്, നമ്മളെ ബെഡ്റൂമിൽ ഉള്ള അത്യാവശ്യത്തിൻ്റെ സൈസ്. ഇതിനേക്കാൾ കുറച്ച് വലുത്. ഇത് റൗണ്ട് ഷേപ്പ് ഉണ്ടോ? ഇത് ചെറുത് സ്റ്റോണല്ലത്. പോയിനോ? വേറെന്താ സാധനം ഇനോ എടുക്കേ? എന്താ ബോബു ഫൈറ്ററുണ്ടോ? പോലെ മതി. പോവാ എടാ മതിര പാടാ. എടാ നാളെ ഗപ്പി വരും അല്ലേ? എന്നാൽ നാളെ വരുമ്പോൾ നമുക്ക് വാങ്ങാം ഗപ്പിനെ. സ്റ്റോണ് വേണോ? സ്റ്റോണൊന്നും വേണ്ടല്ലോ, നമുക്ക് കല്ല് നിറച്ചിട്ടുണ്ട് അതിൽ. ഇനി വേറെ അക്യൂറാക്കുമ്പോൾ വാങ്ങാം. നമ്മളെ സെൻട്രലിൽ വലിയ അക്യൂറാ കേട്ടോ. സെൻട്രലിലുള്ളത് വലിയ അക്യൂറാ. ഇനോ നമ്മുടെ വീട്ടിലെ സെൻട്രലിൽ വെച്ചത് വലിയ അക്യൂരാ. നല്ല അടിപൊളി വലിയ അക്യൂരാ. ഓക്കെ ബില്ലേക്കോ പോവാ. അവിടെ ഇത് ചെറുതല്ല ഇഗ്വാൻ്റെ. ഇത് സാധാ ഊന്തിനെ പോലെ ഉണ്ടോ? കുഞ്ഞു ഊന്തിനെ പോലെ. ഗ്രീൻ അല്ലേ? ഇത് വലുതാ അതുപോലെ ആവൂലേ? ഇനി എത്ര പൈസ? 9,000. ഈ ചെറുതിനാ? ഈ ചെറുതിന് മറ്റേ എത്ര പൈസ? 32. അതിനാ ആ കാപ്പിക്ക് എന്നാന്നല്ലേ? എത്രയോ പൈസീനല്ലോ. ഇതാ സാധനം നോക്കുന്നുണ്ടോ? ഇതിന് 9,000 ചെറിയ ഇത്രയേ ഉള്ളൂ. ഓന്തില്ലേ കണ്ടോ? ഇതിൻ്റെ ഇത് കണ്ടോ? ഞാൻ കൈ വെക്കുമ്പോഴത്തേക്ക് കണ്ടോ?
സെയിം ഓന്തിന്റെ വലുതല്ലേ? ഓന്തന്നല്ലേ? അതിന്റെ വേറൊരു ടൈപ്പ് സാധനം പുറം നാട്ടിൽ വരുന്ന സാധനം ഇവിടെ ഇല്ല. ഇവിടെ ഓന്ത് ഒരു ഉണ്ട മുള്ളില്ല സാധനം എടുത്തു അതിനെ കൊണ്ട് പോയാ? ഓ അപ്പം കൊണ്ടുവച്ചല്ലേ. ഓക്കെ ബില്ലാക്കട്ടെ. ഇവിടെ ഫിൽറ്റർ ഇത് പിടിച്ചോ. ഓക്കെ ഇവിടെ വരുന്നേ ഇവിടെ കൊണ്ട് പോയിട്ട് ഇടാം. ഫിൽറ്റർ ഇതുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഓക്കെ ശരി. പോവാ. ഞാൻ നാളെ വിളിക്കാം കേട്ടോ. നീ വന്ന 4 നല്ല വലുത് എടുത്തു നോക്ക് കേട്ടാ. വിടോ പോകുമ്പോൾ നല്ല ചായ കുടിക്കണം. കിട്ടില്ല പോലത്തെ ചായ എവിടെ നിന്ന് കുടിക്കണ്ടേ? നല്ല ചായയും കുടിച്ചിട്ട്. അതിനിപ്പോൾ പണ്ടുണ്ടായിന് കേട്ടോ ഈ വണ്ടി ഉണ്ടോ? ഈ വണ്ടി എൻ്റെ അമ്മ ഇത് ഇറങ്ങിയ പാടെ എൻ്റെ ഉണ്ടായിന് പഴങ്ങാളിൽ. നമ്മളവിടെ 1-2 ആളെയും ഇല്ല, അതിൽ ഒന്ന് എൻ്റെ ആണ് കരീസ്മ ZMR. ഇത് കണ്ടോ? ഇത് പഴയത് കേട്ടോ. ഇതാ ZMR എന്ന് വലിയ എഴുതിയിട്ട് ഫുൾ ബോഡി വണ്ടി കണ്ടോ? ഹീറോ ഹോണ്ടൻ്റെ കരീസ്മ ZMR. ഹോണ്ടൻ്റെ ഹീറോ ഹോണ്ടൻ്റെ തന്നെ. പിന്നെയാണ് ഹോണ്ടയും ഹീറോയും മാറിയതെന്ന് തോന്നുന്നു. അങ്ങനെ ഹീറോ ഹോണ്ടൻ്റെ കരീസ്മ ZMR പണ്ട് ഇതിറങ്ങിയ പാട്. എൻ്റെമയോ നമ്മുടെ നാട്ടിൽ എൻ്റെമയോ ഉണ്ടായിട്ടില്ലോ വൈറ്റ്. പിന്നെ വേറെ ഏതോ ഒരു ചെക്കനെയും ഉണ്ടായിനി. ഇതെടുത്തിട്ട് എവിടെ പോയിക്കാൻ ആൾക്കാരെല്ലാം വന്നിട്ട് ഇങ്ങനെ തൊട്ട് പിള്ളേരിലിങ്ങനെ വന്നിട്ട് തൊട്ട് നോക്കും. എവിടെയെങ്കിലും പോയിട്ട് വെച്ചാൽ ഇപ്പോൾ നിസ്കരിക്കാൻ പള്ളിയിലെല്ലാം കയറിയാൽ പള്ളിയിൽ കയറി നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവും പിള്ളേരെല്ലാം വന്നിട്ട് ഇങ്ങനെ കൂടിയെല്ലാം തോന്നുന്നു. ഭയങ്കര അനുഭവമാണ്. പിന്നെ ആ വണ്ടി കുറേ ആളെയുമായി. പിന്നെ ആ മോഡലേ ഔട്ടായി. ഇപ്പം ആ മോഡൽ ഔട്ടായി. എന്താന്നേനും നീ പണിയെടുക്കുന്നത്? നമ്മണ്ടിയൊക്കെ അല്ല പോവാ. അവിടെ ഇടണ്ടേ? അത് സീറ്റിൻ്റെ ഉള്ളിൽ വെക്കാം. അവിടെ ചൂടാവോ സീറ്റിൻ്റെ ഉള്ളിൽ വെച്ചാൽ? മീന് ഉറപ്പന്നല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റാവൂടാ. ഹീറ്റാവും. വേറെ വെക്കണ സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ പോരെ? പോവോ? ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അത് സെറ്റായി പോട്ടാ. അത് ശരി. വാ ഇനു കയറിയ. ഇനു ബാക്കിൽ തന്നെ ഇരുന്നോ കേട്ടോ. ഇനു വിടട്ടെ.